മിനിമം വേതനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ നഴ്സുമാരുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കുകയാണ്. സനിസ ശോഭാ ചന്ദ്രനുണ്ട് അവിടെ നിന്ന് വിശദാംശങ്ങളുമായി. സനിസ, വലിയ രീതിയിലുള്ള പ്രതിഷേധം നഴ്സുമാർ വീണ്ടും ഉന്നയിക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് കാലമൊക്കെ അടുക്കുമ്പോൾ ഒരു അനുഭാവപൂർണ്ണമായ തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷകളൊക്കെ അവശേഷിക്കുന്നുണ്ട് അവർക്കവിടെ. ഏത് നിലയ്ക്കാണ് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്? പറയൂ വിശദാംശങ്ങൾ. ശമ്പള വർധനവ് നടന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. കൂടാതെ മിനിമം വേതനം പ്രഖ്യാപിക്കേണ്ടത് ഏറ്റവും കുറഞ്ഞ കാലാവധി അത് 3 വർഷമാണ്, ഏറ്റവും കൂടിയത് 5 വർഷവുമാണ്. എന്നാൽ 8 വർഷം പിന്നിട്ടിരിക്കുന്നു. 2018 ഏപ്രിൽ 23-നാണ് അവസാനമായിട്ട് അവർക്ക് ശമ്പളം വർദ്ധിപ്പിച്ചത്. 2023-ൽ UNA നടത്തിയ ശക്തമായ സമരത്തിന്റെ ഭാഗമായി ശമ്പളം പരിഷ്കരിക്കാൻ ഉത്തരവിട്ടെങ്കിലും നാളിതുവരെ ആ പ്രഖ്യാപനത്തിന് ഒരു ഫലമുണ്ടായിട്ടില്ല. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ തന്നെ നഴ്സുമാരുടെ സംഘടന ഇത്തരത്തിൽ UNA ഒരു വലിയ സമരം തൃശ്ശൂരിൽ വെച്ച് സംഘടിപ്പിച്ചിരുന്നു. അതിൽ നിന്നാണ് അവർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. നിശാഗന്ധിയിൽ ഒരു സമ്മേളനം പരിപാടിക്കായിരുന്നു അവർ തീരുമാനിച്ചിരുന്നത്. പിന്നീട് അത് സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റുകയായിരുന്നു. ഇന്ന് വൈകുന്നേരത്തോടു കൂടി സമരത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ ഏത് രീതിയിലാണ് സമരം നടത്തുക എന്നതൊക്കെ വ്യക്തമാക്കും. 40,000 രൂപ വർദ്ധിപ്പിക്കണം എന്നാണ് അവരുടെ ആവശ്യം. നേരത്തെ തന്നെ 2023-ൽ വന്ന ഉത്തരവിൽ ട്രെയിനികൾക്ക് 10,000 രൂപയും മറ്റുള്ളവർക്ക് 20,000 രൂപയും വർദ്ധിപ്പിക്കണം എന്ന രീതിയിൽ ഉത്തരവ് ഇറങ്ങിയിരുന്നു. കൂടാതെ 2 കമ്മീഷനെ വെച്ച് സർക്കാർ ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് പഠനം നടത്തിയിരുന്നു. അതിൽ അവരുടെ അധിക സമയം അവർ ജോലി ചെയ്യുന്നത് അടക്കം അതിൽ സർക്കാർ മാറ്റം കൊണ്ടുവന്നിരുന്നു. വളരെ വിപ്ലവകരമായ മാറ്റം സർക്കാരിൽ നിന്നും ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു ഘട്ടം ശരി, തിരുവനന്തപുരത്ത് നഴ്സുമാരുടെ സെക്രട്ടേറിയറ്റ് മാർച്ചാണ് നടക്കുന്നത്. സനിസ ശോഭാ ചന്ദ്രനാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.